നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രമേഹ രോഗികൾ എപ്പോൾ അത്താഴം കഴിക്കണം എന്നതിനെക്കുറിച്ചാണ്. എന്ത് കഴിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ എപ്പോൾ കഴിക്കുന്നു എന്നതും പ്രമേഹ നിയന്ത്രണത്തിൽ നിർണായകമാണ്. ആധുനിക ജീവിതശൈലിയിൽ പലരെയും അലട്ടുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് പ്രമേഹം. ഭക്ഷണം നിയന്ത്രിച്ച് കൃത്യമായ വ്യായാമം ചെയ്തുമെല്ലാം പ്രമേഹത്തെ വറുതിയിൽ നിർത്താനുള്ള ശ്രമത്തിലായിരിക്കും പ്രമേഹ രോഗികൾ. എന്നാൽ മരുന്നുകൾക്കും വ്യായാമത്തിനുമൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ഭക്ഷണക്രമം. എന്ത് കഴിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ എപ്പോൾ കഴിക്കുന്നു എന്നതും പ്രധാനമാണ്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ളവരും പ്രമേഹ രോഗികളും ദീർഘനേരം വിശന്നിരിക്കുന്നത് ഒഴിവാക്കണം. പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നതും കുറയുന്നതും തടയാൻ ഇത് അത്യാവശ്യമാണ്. രക്തത്തിലെ പഞ്ചസാരയെ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇത് ശരിയായ രീതിയിൽ നിയന്ത്രിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന ചില മാറ്റങ്ങളിലൂടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയാനോ മെച്ചപ്പെടുത്താനോ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത്താഴം കഴിക്കുന്ന സമയം. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? ശരീരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനോട് കോശങ്ങൾ ശരിയായ രീതിയിൽ പ്രതികരിക്കാതെ വരുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ഗ്ലൂക്കോസ് ശരീരത്തിൻ്റെ ഊർജം നൽകുന്നുണ്ടെങ്കിലും പ്രമേഹ രോഗികളിൽ ഈ ഗ്ലൂക്കോസിനെ സ്വീകരിക്കേണ്ട കോശങ്ങൾ അടഞ്ഞ നിലയിലായിരിക്കും. ഈ കോശങ്ങളെ തുറക്കാനുള്ള താക്കോലാണ് ഇൻസുലിൻ. എന്നാൽ ശരീരം ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ ഉള്ള ഇൻസുലിൻ ഫലപ്രദമായി ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ കോശങ്ങൾ തുറക്കപ്പെടില്ല. ഇതോടെ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്തുന്നതിന് പകരം രക്തത്തിൽ അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു. കാലക്രമേണ പ്രമേഹത്തിലേക്കും മറ്റ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലേക്കും നയിക്കുകയും ചെയ്യുന്നു. അത്താഴം എപ്പോൾ കഴിക്കണം? ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഉറങ്ങാൻ പോകുന്നതിന് ഏകദേശം 2 മുതൽ 3 മണിക്കൂർ മുമ്പാണ്. അതുകൊണ്ട് തന്നെ രാത്രി 9 മണിക്കും 10 മണിക്കും അത്താഴം കഴിക്കുന്നതിന് പകരം വൈകുന്നേരം 6 മണിക്കും 7 മണിക്കും ഇടയിൽ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഭക്ഷണത്തെ ദഹിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താനും ആവശ്യമായ സമയം നൽകുന്നു. അതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. രാത്രി വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം വിശ്രമത്തിലേക്ക് കടക്കുന്നതിനാൽ മെറ്റബോളിസം മന്ദഗതിയിലാകുന്നു. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് വർദ്ധിപ്പിക്കാൻ കാരണമാകും. നേരത്തെ കഴിക്കുന്നത് ഗ്ലൂക്കോസ് നില സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ സർക്കാഡിയൻ റിതം അനുസരിച്ച് പകൽ സമയത്താണ് ശരീരം ഇൻസുലിനോട് കൂടുതലും നന്നായി പ്രതികരിക്കുന്നത്. രാത്രി വൈകുന്തോറും ഈ ശേഷി കുറയുന്നു. ഭാരം കുറയ്ക്കാൻ സഹായിക്കും രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ചാൽ. രാത്രി വൈകി കഴിക്കുന്ന ഭക്ഷണത്തിലെ കലോറി ഊർജമായി മാറുന്നതിന് പകരം കൊഴുപ്പായി സംഭരിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. നേരത്തെ അത്താഴം കഴിക്കുന്നത് അമിതവണ്ണം കുറയ്ക്കാനും സഹായിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് ദഹനപ്രക്രിയ പൂർത്തിയാക്കുന്നത് വഴി നെഞ്ഞെരിച്ചിൽ, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാകും. പ്രമേഹ രോഗികൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. രാത്രി ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതും പ്രോട്ടീനും നാരുകളും അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയരുന്നത് തടയാൻ ഇതിന് കഴിയും. മിതമായി കഴിക്കുക. അത്താഴം എപ്പോഴും ലഘുവായ രീതിയിലായിരിക്കണം. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഉറക്കത്തെയും ദഹനത്തെയും ബാധിക്കും. അത്താഴത്തിന് ശേഷം 10-15 മിനിറ്റ് സാവധാനം നടക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസ് പേശികൾ ആഗിരണം ചെയ്യാൻ സഹായിക്കും. ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും വിശപ്പ് നിയന്ത്രിക്കാനും സഹായിക്കും. നന്നായി ഉറങ്ങുക. ദിവസവും കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ ഭക്ഷണക്രമത്തോടൊപ്പം തന്നെ അത് കഴിക്കുന്ന സമയത്തിലും വലിയ പ്രാധാന്യമുണ്ടെന്ന് ചുരുക്കം. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാവുകയും ഇത് ടൈപ്പ് 2 പ്രമേഹത്തിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. പ്രമേഹ രോഗിയാണെങ്കിൽ ഭക്ഷണ കാര്യത്തിൽ എന്ത് മാറ്റം വരുത്തുന്ന സമയത്തും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച ശേഷം മാത്രം വരുത്തുക. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ ലഭ്യമാണ്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങളുടെ ഇത്തരം ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അതിനായി നിങ്ങളെ തൊട്ടടുത്തുള്ള ഹോമിയോ ഡോക്ടറെ സമീപിക്കാം. അല്ലെങ്കിൽ ഓൺലൈൻ സേവനങ്ങൾക്കായി ഡ്യൂഡ്രോപ്സ് ഹോമിയോപ്പതി നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളുടെ മരുന്നുകൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുന്നതായിരിക്കും.